ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹയർ സെക്കൻഡറി കോഴ്സിന് ഹ്യൂമാനിറ്റീസ് ആണ് നിങ്ങൾ സ്ട്രീം സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് പഠിക്കാൻ വരിക, അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഹയർ സെക്കൻഡറി ആയിട്ട് സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഏത് സെലക്ട് ചെയ്താലും നമുക്ക് വരുന്നത് 6 വിഷയങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ട് വരിക കേട്ടോ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഹ്യൂമാനിറ്റീസ് ആണ് സ്പെഷ്യലൈസ് ചെയ്ത് പറയുന്നത്. സോ ഹ്യൂമാനിറ്റീസിനകത്തും 6 വിഷയങ്ങളാണ് വരുന്നത്. 4 സബ്ജക്റ്റ് വിഷയങ്ങളുണ്ട്, അതുപോലെ തന്നെ 2 ലാംഗ്വേജസുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ലാംഗ്വേജ് ആണ്, ഇംഗ്ലീഷ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് ഏതൊരു സ്ട്രീമുകാർക്കും കോമൺ ആയിട്ട് ഇംഗ്ലീഷ് പഠിച്ചേ പറ്റൂ. സോ ഇംഗ്ലീഷ് വരുന്നുണ്ട് ഹ്യൂമാനിറ്റീസുകാർക്കും. രണ്ടാമത് നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ഓപ്ഷൻ വരുന്നുണ്ട്. അതെന്ന് പറയുമ്പോൾ മലയാളം, ഹിന്ദി, പല വെറൈറ്റീസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജിൻ്റെ വെറൈറ്റി വരുന്നുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ സബ്ജക്റ്റ് വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏത് സ്കൂളിൽ പോയാലും കോമൺ ആയിട്ട് പഠിക്കേണ്ടി വരുന്ന 3 വിഷയങ്ങളാണ് ഹിസ്റ്ററി, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഈ 3 വിഷയങ്ങളും നമുക്ക് മാൻഡറ്ററി ആയിട്ട് നമുക്ക് ഏത് സ്കൂളിൽ പോയാലും നമുക്ക് പഠിക്കേണ്ടി വരുന്നതാണ്. ഹ്യൂമാനിറ്റീസ് ആണ് ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ. പക്ഷേ 4ാമത്തെ വിഷയം എന്ന് പറയുന്നത് അതിനകത്ത് ഏകദേശം ഒത്തിരി വെറൈറ്റീസ് അതിനകത്ത് അവൈലബിൾ ആണ് 4ാമത്തെ ഓപ്ഷനായിട്ട്, അതായത് 4ാമത്തെ വിഷയമായിട്ടെന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഞാൻ ആ ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, അത് ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ, ഏതൊക്കെ വിഷയങ്ങളാണ് 4ാമതായിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് നമുക്ക് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു വിഷയമാണ് നമ്മൾ 4ാമത്തെ ഓപ്ഷനായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ പ്രിഫർ ചെയ്യുന്ന സ്കൂള്, ആ സ്കൂളിൽ ഏത് സബ്ജക്റ്റാണോ ഈ ഒരു 4ാമത്തെ വിഷയമായിട്ട് നമുക്ക് പഠിക്കാൻ കിട്ടുന്നത്, അതേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ പഠിച്ചതെന്ന് പറയുമ്പോൾ സോഷ്യോളജി ആയിരുന്നു. കാരണം എനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന സ്കൂളിൽ അവിടെ സോഷ്യോളജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ എനിക്ക് സോഷ്യോളജിയാണ് പഠിക്കേണ്ടി വന്നത്. അന്നേരം ഞാൻ അന്വേഷിച്ച ടൈമിൽ ഇവിടെ തന്നെ അടുത്തുള്ള വേറൊരു സ്കൂളിൽ അവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ജോഗ്രഫി ആയിരുന്നു. മറ്റൊരു സ്കൂളിൽ എന്താ പറയുക ഇസ്ലാമിക് ഹിസ്റ്ററി ആയിരുന്നു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കൂൾസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും അവർ അലോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പം നമ്മളത് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 6 വിഷയങ്ങളാണ് നമുക്ക് എന്താ പറയുക ഹ്യൂമാനിറ്റീസിനകത്ത് നമുക്ക് വരുന്നത്. സോ എന്തായാലും നിങ്ങൾക്ക് ഏതൊക്കെ വിഷയങ്ങളാണെന്നുള്ളൊരു ഡീറ്റെയിൽസ് കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഹ്യൂമാനിറ്റീസ് കോഴ്സിനെ പറ്റിയിട്ടുള്ള വീഡിയോസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ചാനലിലൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ കോഴ്സ് റിലേറ്റ് ചെയ്തുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനടി തന്നെ ലഭിക്കുന്നതാണ്. സോ എല്ലാവർക്കും നന്ദി, നമസ്കാരം.